ഹായ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ മടുത്ത് ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുക. രാവിലെ തന്നെ നല്ല മഴ, ടാപ്പിങ്ങും പരിപാടിയൊന്നും നടന്നിട്ടില്ല. പിന്നെ എവിടെയും വീഡിയോ എടുക്കാനും പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പണികളുണ്ട്, വീട്ടിലെ പണികളുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഇതാ ഷീറ്റ് എടുക്കാനുണ്ട്, മറിച്ചിടാനുണ്ട്, കുറേ പണിയുണ്ട്. ഇന്ന് ഇത് നമ്മളെ പോപ്പരയാണ്. അപ്പോൾ ഇന്ന് ഷീറ്റ് എടുക്കുന്നതും നമ്മളെ പോപ്പര എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കിയത്. കുറേ ആൾക്കാരിങ്ങനെ ഈ പാട്ടത്തിന് എടുക്കണവും പകുതിക്ക് എടുക്കണമല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ പോപ്പര ഉണ്ടാക്കുമ്പോൾ വലിയ എന്താ പറയുക, കുറേ ഹൈറ്റിനൊക്കെ ഉണ്ടാക്കാതെ, കുറേ പൈസ ചിലവില്ലാതെ, സിമെൻറ്റും മണലും ഒന്നും ചിലവില്ലാതെ കുറഞ്ഞ പൈസയ്ക്ക് വെറും ഒരു ലോഡിന് എത്ര നമ്മൾ ആകെ 3000 ഉറുപ്പ്യ കൊടുത്തിട്ടുള്ളൂ കല്ലിന്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയൊരു പോപ്പരയാണ്. അപ്പോൾ അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ഷീറ്റ് പുകച്ചിറക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ഷീറ്റ് എടുക്കാൻ തുടങ്ങല്ലേ. ഇനിയിപ്പോൾ സമയം കുറേ ആവില്ലെങ്കിൽ പോപ്പര വേഗം പുകട്ടിട്ടില്ലെങ്കിലേ ഷീറ്റും വേഗം ആവില്ല. അപ്പോൾ ഞാനൊരു തുണി ആദ്യം കെട്ടട്ടെ കേട്ടോ. അത് പഴയ ഒരു ഷർട്ടാണ്. അല്ലെങ്കിൽ അതിമന്ന് കരി, ഞാൻ അതിമ ചാരിക്കുമ്പേ കരി എൻ്റെ മേത്ത് പറ്റും. പിന്നെ തുണിയിലൊക്കെ ആകെ കരിയാവില്ലേ. അപ്പോൾ ഒരു പഴയ തുണി എന്തെങ്കിലും ഇങ്ങനെ കെട്ടിയാൽ മതി. ആദ്യം നമുക്ക് പോപ്പര ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ അടുപ്പാണ് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ അടുപ്പ്. നമ്മളിപ്പോൾ അടയ്ക്കത്തോടാണ് ഇടുന്നത്. അടയ്ക്കത്തോട് ഉരുളുണ്ട്, മറ്റേ ഈർച്ചപ്പൊടി ഇല്ലേ മില്ലിൽ നിന്ന് മരത്തിൻ്റെ കൊണ്ടുവരുന്നേ, അതും ഇടലുണ്ട്. അപ്പോൾ അടുപ്പാണ് ഇവിടെ. ഇതാണ് നമ്മൾ പുകപ്പുര. യെസ്, 4-5 5 ലൈന് കട്ടയാണ് വെച്ചിട്ടുള്ളത്. പോരാത്തതിന് കുറേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാണച്ചാക്ക്, നൂൽച്ചാക്കില്ല, അതാണിത്. കരി പിടിച്ച് ഇതിപ്പോൾ 2 കൊല്ലത്തോളം അയക്കാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ രണ്ടാക്കി മടക്കിയാൽ പിന്നെ അത് വേഗം കീറും, അവിടെ മുറിഞ്ഞ് 2 കഷ്ണമാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ മടക്കാതെ ഇങ്ങനെ തന്നെയാണ് വെക്കണത്. അപ്പം ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ അടയ്ക്കത്തോടാണ് ഇടല് കേട്ടോ. അത് അടയ്ക്കത്തോടാണിത്. ഈ ചാക്കിൽ മൊത്തം അടയ്ക്കേൻ്റെ തോടാണ്, കണ്ടില്ലേ. ചാക്കിന് എത്ര നമ്മൾ കൊടുത്ത് 20 രൂപ അല്ലേ? ഈ ഒരു ചാക്കിന് ഇപ്പോൾ നമ്മൾ 20 ഉറുപ്പ്യ കൊടുത്തത്. ചാക്കിന് കേട്ടോ, അടയ്ക്ക തോടിനല്ല. തോടിന് പൈസ ഒന്നും കൊടുത്തില്ല. നമുക്ക് പോയി വാരി പോരാ. നമ്മൾ അറിയുന്ന ആൾക്കാരെ കടയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് പോയി നമ്മൾ വാരി പോരലാണ്. നമ്മളൊരു ഗുഡ്സിനൊക്കെ കൊണ്ടുവരും, ഒരു 20 ചാക്ക് ഒക്കെ ആയിട്ട് ഗുഡ്സിന് കൊണ്ടുവരും. ചിലപ്പോൾ വണ്ടി കിട്ടിയില്ലേ, നമ്മളെ വണ്ടിക്ക് തന്നെ നമ്മൾ 8-5 ചാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തോണ്ട് പോരും. ഇന്നലെ 9 ചാക്ക് കൊണ്ടുവന്നില്ലേ കെട്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് എടുക്കല്ലേ, ഷീറ്റ് എടുക്കല്ലേ, അല്ലേ പുക ഇടാൻ നേരം പോവാം. നമുക്ക് കുറേ നേരം നമ്മൾ വർത്തമാനം പറഞ്ഞത് നമ്മളെ സമയം ഇങ്ങനെ പോവല്ലേ. അപ്പൊ ചാക്കുകൾ ഇങ്ങനെ അടുക്കി ഇടും കേട്ടോ. സംശയം ഉണ്ട് അതിനകത്ത് ഷീറ്റ് പുകയോന്ന്, കറുത്ത് കിട്ടുമോന്ന്. ആ ഇതാ നമ്മൾ കുറച്ച് ഷീറ്റ് ഇവിടെ എടുത്തുവെച്ചോണ്ടില്ലേ. അപ്പം ഇനി എടുക്കാം നമുക്ക്. ഇങ്ങനെ ചാക്കുകളൊക്കെ ഇങ്ങനെ മേൽക്കുമേലെ ഇങ്ങനെ അടുക്കി ഇടണം നമ്മൾ. അതിൻ്റെ പുക പുറത്തേക്ക് വല്ലാതെ പോവാതെക്കാൻ. ഷീറ്റായല്ലോ, കുറച്ച് മറിച്ചിടാനും ഉണ്ടോന്ന്. ഇത് മിഞ്ഞാന്ന് വൈകുന്നേരം ഇട്ടതാണ്. അപ്പോൾ ഇത്രയും ഭാഗം കേട്ടോ. ബാക്കിയുള്ള ഇതൊക്കെ ഇന്നലെ ഇട്ടതാണ്. ഇവിടെ കുറച്ച് പച്ച ഉള്ളത്. നമ്മൾ അടക്കത്തോട് ഇടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവണുണ്ട്. ഈ മില്ലത്തെ പൊടി ഇടുന്നുണ്ടെങ്കിൽ, ഈർച്ചപ്പൊടി ആണെങ്കിൽ പിന്നെ അത് വേഗം ആവണില്ല. അതിൻ്റെ ഒപ്പം നമ്മൾ വിറകും ഇടുകയും വേണം. വിറകിടുമ്പോഴേക്കും ഇതിൻ്റെ വിറകെല്ലാം വേഗം തീരും ചെയ്യും. പിന്നെ മുട്ടിയൊക്കെ കിട്ടണം. അങ്ങനത്തെ ഒന്നും പിന്നെ നമ്മളങ്ങനെ വാങ്ങലുമില്ല. പിന്നെ കമ്പ് ഇതാക്കണേ. ഇതിപ്പോൾ നമ്മൾ കാട്ടിൽ നിന്ന് ഇങ്ങനെ റബ്ബറിൽ പോയിട്ടേ ഈ ഇരുളിൻ്റെയും വട്ടേൻ്റെ അങ്ങനത്തെ ഒക്കെ കമ്പ് ഉണ്ടാവുമല്ലോ, കാട്ട് മരത്തിൻ്റെ അങ്ങനത്തെ തൈയിൻ്റെ നല്ല കമ്പ് നോക്കി ഇങ്ങനത്തെ വെട്ടിയെടുക്കണതാണ്, വളവൊന്നും ഇല്ലാത്ത. പിന്നെ മുള ഉണ്ടായിരുന്നു കുറച്ച്, ഒക്കെ പഴയത് പിന്നെ കുറേ ഒഴിവാക്കി. ഇതൊക്കെ നമുക്ക് എടുക്കാനുള്ള ഷീറ്റാണ്. ആയി കാണുമായിരിക്കും. ഈ ചിലത് പച്ചടുമ്പോൾ അതിൻ്റെ കമ്പിൻ്റെ ഭാഗം ഇങ്ങനെ പച്ചപ്പ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ എടുക്കാനുള്ള ഷീറ്റാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഫുള്ളായിട്ടുണ്ട്. ഞാൻ വെളിച്ചത്തുനിന്ന് കാണിച്ചു തരാം. വെളിച്ചത്തുനിന്ന് കാണിച്ചു തരാം. ആദ്യം 2 എടുക്കട്ടെ.
നമ്മളെ അടുപ്പ് ഉള്ളിലിങ്ങനെ കേട്ടോ ചൂടുണ്ടല്ലോ എപ്പോഴും ചൂടുണ്ട്. ഈ അടക്കത്തോടെ ആകുമ്പോൾ നല്ല ചൂട് നിൽക്കുന്നുണ്ട്, നല്ലോണം ആളി കത്തും ചെയ്യത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കും വേണം. ഇതാരാ പറഞ്ഞെന്നാ എനിക്ക്? ആരാ പറഞ്ഞത്? രാജേഷ്. ആ മകളായിരുത്തല്ലേ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ, കൂടി ഇരിക്കട്ടെ. എല്ലാം ആയിന്. ആദ്യത്തെ നമ്മളെ പോപ്പർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ആദ്യം ഒരു 2 വരി കട്ട അല്ലേ, 2 വരി കട്ട വെച്ചിട്ടല്ലേ നമ്മൾ ആക്കിയത്. അതിന് മുന്നേ നമ്മൾ വേറെയും ചെയ്ത് രണ്ട് വരി കട്ട വെച്ചിട്ട് അതിന്റെ മേലെ ഡ്രം വെച്ച് എന്നിട്ട് അടുപ്പ് പുറത്തേക്ക് നീട്ടി. അപ്പേക്ക് ഇത് ചൂട് കൂടുമ്പോഴേക്ക് തീയേണ്ട ആളാന്നുണ്ടെങ്കിൽ ഡ്രമ്മും ചൂടാകുമ്പോൾ പൊള്ളയ്ക്കും. അതൊക്കെ മെനക്കേടാണ്. ഇത് കണ്ടില്ലേ, മിഞ്ഞാന്ന് വൈകുന്നേരം ഇട്ടു. ഇവിടെ എവിടെയോ വെള്ളം വീഴുന്നുണ്ടല്ലേ. മിഞ്ഞാന്ന് വൈകുന്നേരം ഇട്ടേന്ന് കേട്ടോ. അതിൽ പിന്നെ ഇന്നലെ ഇടാൻ നോക്കുമ്പോൾ പൊടിയില്ല. പൊടിയൊക്കെ നനഞ്ഞ് ഇതാ കുറേ നനഞ്ഞൊക്കെ വാരിയിട്ട് കണ്ടാ ആയില്ല. അതിൽ പിന്നെ ഇന്നലെ പോയിട്ട് അടക്കത്തോട് കൊണ്ടുവന്ന് അത് ഇട്ട് നോക്കുമ്പോൾ വേഗമായി. എത്ര എളുപ്പമാണ് ആയത് അറിയോ? ഇത് കണ്ടോ, അല്ലേ? ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പോപ്പരയിൽ ഇട്ടാണ്ടാണ്. ഇതിപ്പോൾ നമ്മൾ എത്ര കൊല്ലമായി? ഇതിപ്പോൾ ഈ വീട്ടിലിപ്പോൾ നമ്മൾ 4 കൊല്ലമായില്ലേ. 4 കൊല്ലത്തോളമായിപ്പോൾ നമ്മൾ ഈ പോപ്പര ഉണ്ടാക്കിയിട്ട്. ഒരു കേടില്ല, പൊളിഞ്ഞാടിയിട്ടില്ല. ഒന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. വൈകുന്നേരം പോപ്പരക്ക് കാണാൻ കുറച്ച് വൃത്തി കുറവും ഒക്കെ ഉണ്ടാവും. മണ്ണ് കൂട്ടി കുഴച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്, സിമെന്റ് ഒന്നും കൂട്ടിയിട്ടില്ല. ചിലവ് കുറഞ്ഞ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇനി പറഞ്ഞ് പോകാണ്ടല്ലോ നമുക്ക് കുഴപ്പമില്ലല്ലോ. വേറെ ആരെങ്കിലും വന്നാലും വേണം അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ചിലർ പറയും നമ്മൾ പോകുമ്പോൾ നമുക്ക് പൊളിച്ചുണ്ടാക്കാൻ വയ്ക്കില്ലല്ലോ എന്ന്. അതൊന്നും ഇപ്പം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നടക്കൂല, ഒരു പരിപാടി നടക്കൂല. ഷീറ്റിട്ട് പോകുകയുമില്ല അങ്ങനെ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ പൈൽ ഉണക്കിയെടുക്കുന്ന ഷീറ്റാണ്, 4 ഷീറ്റ് ആയതാണ്. നമുക്കിപ്പോൾ ഒരു ട്രിപ്പിൽ ഒരു 100 ഷീറ്റൊക്കെ പോലെ. ഒരു ട്രിപ്പ് ഒരു 100-110 പോകും. കമ്പ് ഇപ്പൊ കമ്പ് കുറച്ച് കുറവാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി നീളുണ്ടെങ്കിൽ കുറച്ചുകൂടി നീളുണ്ടെങ്കിൽ വേണേൽ അങ്ങേ തലക്കിൽ ഒരു അടുപ്പും കൂടി ആക്കിയാൽ മതി. അത് വേണ്ട, അത്ര അതിൽ പോകും. നീളം കൂടുന്തോറും അവിടുത്തെ ഒക്കെ ഷീറ്റ് ആയിക്കോളും. ഇത് കുറച്ചും കൂടി നീട്ടാം, ഒരു 150 ഷീറ്റ് വരെ ഒക്കെ ഇടുന്ന രീതിയിലാക്കാം. പിന്നെ ഒരു ടാർപ്പായ ഇതേപോലെ ടാർപ്പ വലിച്ചു കെട്ടിയാൽ മതി. അധികം ചിലവൊന്നുമില്ല. മറ്റത് 25,000-30,000 രൂപയൊക്കെ കൊടുക്കണം. പിന്നെ കല്ലടിക്കണം, മണലടിക്കണം, സിമെന്റ് വേണം. ഇപ്പൊ റെഡിമെയ്ഡ് വാങ്ങാന്നുണ്ടെങ്കിലും അതിനും വേണം നല്ല പൈസ കൊടുക്കും. റെഡിമെയ്ഡ് പോപ്പര പൊട്ടും, ചൂട് കൂടുമ്പല്ലേ. അതിന്റെ ഷീറ്റ് ഉണ്ട്, അത് പൊട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഇതിൽ പുകച്ചെടുത്ത ഷീറ്റാണ്. ഇനിയിപ്പോൾ കുറച്ച് മറിച്ചിടാനൊക്കെ ഉണ്ട്. ഇന്നലെ കുറച്ച് പച്ച ഷീറ്റ് ഇട്ടേന്നു, അതും കുറേയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ കമ്പിൻ്റെ പാടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നല്ല സ്ഥലം കണ്ടില്ലേ, നമ്മളെ ഇത് നോക്കി സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ. അടുത്ത മഴ പിടിക്കും തോന്നുന്നു. നല്ല അടിപൊളി വൈബ് സ്ഥലം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന വീടാണേ. നമ്മളിവിടെ വാടകയ്ക്ക് നിൽക്കണതാണ്. ഇവിടെ ഇപ്പോൾ 4 കൊല്ലമായി. 5 വർഷക്കാണ്. 4-5 കൊല്ലമായി. അപ്പം നമ്മൾ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട്. പഴയ വീടാണ്, പണ്ടത്തെ. നല്ല രസമാണ് ഇവിടെ. നമുക്കൊരു എന്താ പറയുക, സൈലന്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ. ഒരു വണ്ടിയുടെ ഒച്ചയോ ഒന്നും ഒരു സൗണ്ട് പോലും ഉണ്ടാവില്ല. എപ്പോഴും കിളികളായിട്ടും മയിലുകളൊക്കെ ഇഷ്ടം പോലെ വരും. എന്നും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ എന്നും വരും. നല്ല രസമാണ്. പഴയ വീടാണ് അല്ലേ. അപ്പം ഷീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി എടുക്കാണ്ട്. ഇതാണ് പോപ്പരന്റെ അടുപ്പ്. നമ്മള് അടച്ചു വെച്ചേക്കാണ്. അടുപ്പിന്റെ മേലെ നമ്മള് മറ്റേ രാജേഷിന്റെ ഓന്റെ സ്റ്റൗവാണ്. ഒക്കെ പഴയത് കേടായതാണ്. ഇങ്ങനെ ഇത് വെക്കണം, ഇല്ലെങ്കിൽ ഉള്ളിലോട്ട് തീ കയറും. പിന്നെ നമ്മളെ കാറിന്റെ സ്വിഫ്റ്റിന്റെ കണ്ടൻസർ ആണത്, എസിന്റെ കണ്ടൻസർ. ഇങ്ങനെ ഉള്ളിലോട്ട് കുറച്ച് ഇത് വെക്കണം. ഇത് നല്ല രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ ഓട് വെക്കണം. ഇതിപ്പോ ഈ സൈഡിലും കട്ട വെച്ചു, ആ സൈഡിലും കട്ട വെച്ചു. അതിന്റെ സെന്ററിൽ ഒന്നുമില്ല. അപ്പൊ അതിന്റെ മേലെ നമ്മൾ ഒരു അടുപ്പ്, ഈ സ്റ്റൗവിന്റെ ഇതും വെച്ചു. പിന്നെ ഇവിടെ എസിന്റെ കണ്ടൻസറും വെച്ചു. ഇനി അഥവാ തീ അതിലും ആളി വരികയെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓടോ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി. ഉള്ളിലോട്ട് കുറച്ച് നീട്ടി കൊടുക്കണം അടുപ്പ്. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ നല്ലോണം നോക്കണം, ഇതിലൊക്കെ തീ വരുന്നതും എല്ലാം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഷീറ്റ് ഇടുന്നതിന് മുന്നേ 2-3-4 ദിവസം നല്ലോണം പുകട്ട് നല്ലോണം ഒന്ന് കരി പിടിപ്പിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് കണ്ടില്ലേ, ഇതേപോലെ കറുത്തിരിക്കണം, എന്നാലേ നമുക്ക്. കണ്ടില്ലേ ഈ ചുമര് ഇവിടെ കണ്ടില്ലേ, കരി കണ്ടില്ലേ, അത് കണ്ടില്ലേ പൊളിഞ്ഞു പോകാൻ തുടങ്ങിയതൊക്കെ കരി കണ്ടോ. അക്കോലം കരി പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കരി പിടിച്ച് കിട്ടണം, നല്ല ഷീറ്റ് വേവും. ഇനിയിപ്പോൾ നമ്മൾ മറ്റേ സൈസ് പോപ്പര ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലേ നമുക്ക് എടുക്കാനൊക്കെ ഗതികേടാണ്. ആ ചൂടത്ത് അതിൻ്റെ ഉള്ളിൽ കയറി 2-3 തട്ടൊക്കെ ഉണ്ടാവുമല്ലോ.
അത് മേലെ കയറി മറിച്ചിടണം, എന്നിട്ട് അത് എടുക്കാനുള്ള എടുക്കണം. അപ്പോഴൊക്കെ നമുക്ക് ചൂടത്ത് കിടന്ന് വിങ്ങും നമ്മള്. അപ്പൊ അതിലേറൊക്കെ എളുപ്പമാണിത്. അല്ല നമുക്ക് കുറച്ച് ഷീറ്റുള്ളതുകൊണ്ട് നമുക്കിത് സുഖമാണ്. കൂടുതൽ ഷീറ്റ് ഉണ്ടെങ്കിൽ ഡെയിലി ഒരു 10-50 ഷീറ്റൊക്കെ ഉള്ളുന്നുണ്ട്, എന്നാലും ഇതൊക്കെ മതി, വേഗം ആവുണ്ടല്ലോ. അതാണ് 10-50 ഷീറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കട്ടയും കൂടി ഇങ്ങോട്ട് വെക്കുക, 3 ഷീറ്റ് ആക്കിയിട്ടില്ല. 3 ഇപ്പൊ 2 അല്ലേ നമ്മൾ ഇടുന്നത്, 2 ചേർന്നുള്ളൂ. ഒരു കമ്പയിൽ 3 ഷീറ്റ് ഇടുന്ന രീതിയിലാക്കിയത്. അത് നമ്മൾ അന്ന് ഉണ്ടാക്കിയപ്പം അന്ന് നമ്മൾ നോക്കി, അന്ന് നോക്കി 2 ഷീറ്റ് വെച്ച് നോക്കി. മൂന്നാമതൊന്ന് വെക്കുമ്പോഴേക്കും കുറച്ചും കൂടി ഇങ്ങോട്ട് നീളം കൂടും വെച്ച് നോക്കിയെന്ന് അന്ന്. പിന്നെ തോന്നി നമുക്ക് 2 മതിയിലേ തോന്നി. അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കി. പിന്നെ ഫസ്റ്റ് നമ്മൾ തുടക്കം കുറച്ച് മരം നമ്മൾ പാട്ടത്തിന് എടുത്തോളൂ, പിന്നെ നമ്മൾ കുറച്ചും കൂടി മരം എടുത്തത് അന്ന്. അപ്പോൾ പാട്ടത്തിനും പാതിക്കൊക്കെ എടുക്കണമല്ലോ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ വാടകയ്ക്ക് നിൽക്കുകയാണേലും എവിടെ പുറത്തും എവിടെയെങ്കിലും കർണാടകയിലോ എവിടെ പോയി നിൽക്കുകയാണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കും നല്ലത്. കുറെ ആൾക്കാർ പറയും പുകപ്പരല്ല, ഷീറ്റ് ഉണക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല, അതില്ല. അത് പിന്നെ ചിലർക്ക് മെനക്കെടാനും മടിയുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ആൾക്കാർക്ക് മെനക്കെടാൻ മടിയാണ്, കുറെ ആൾക്കാർക്ക് നമ്മൾ ഓണർമാരെന്നെ എല്ലാം ആക്കി കൊടുക്കണം, അങ്ങനെ നടക്കൂല. ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം നമുക്കാണ്, അപ്പം നമ്മൾ മെനക്കെടണം, അതാണ് അതിൽ കാര്യം. അപ്പം ഇതിൻ്റെ ഷീറ്റ് ഏകദേശം എടുത്ത് കഴിയാൻ തുടങ്ങിട്ടോ, കുറച്ചും കൂടി ഉണ്ട്. ഇനി കുറച്ചുകൊണ്ട് എന്താ അടയ്ക്കാതോടെ ആദ്യം കൊണ്ടുവന്നായിരുന്നെങ്കിൽ എല്ലാം ഇതായല്ലേ. ഇത് കുറച്ച് ഷീറ്റിന് പച്ചപ്പുണ്ട്, അത് മറിച്ചിടണ എത്രയല്ലേ ഉള്ളൂ, മറിച്ചിടഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് പച്ച ഷീറ്റ് അവിടെ ഇട്ടേന്നു. അപ്പോൾ അതിൻ്റെ ആവി വെള്ളം എന്തിനു തട്ടിയപ്പോൾ ഇവിടെ ഈ കമ്പിൻ്റെ പാടൊന്നാണ്ടോ, ബാക്കി എല്ലായിടും ആയിന് കേട്ടില്ലേ, എല്ലായിടും ആയിന്, ഈ കമ്പിൻ്റെ പാട് മാത്രമേ ഉള്ളൂ. ഇനി ഇടുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടാ മതി, കുറച്ച് കമ്പിൻ്റെ മാത്രമേ ഉള്ളൂ. ഈ അടുപ്പിൻ്റെ മുകളിൽ ഇടുന്നത് കുറേ അടുപ്പിച്ച് ആദ്യത്തെ ദിവസമല്ല, ആദ്യത്തെ ദിവസം കുറച്ച് വിട്ട് ഇടണല്ലേ പച്ച ഷീറ്റ് ഇടുമ്പോൾ കുറച്ച് വിട്ട് ഇടുക. പിന്നെ രണ്ടാമത് മറിച്ചിടുമ്പോൾ ലേശമൊക്കെ ഒന്ന് അടുപ്പിക്കുക, പിന്നെ കുറച്ച് ഉണക്കാവുമല്ലോ. കമ്പിന്റെ പാടൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചിട്ടാ മതി. ചെറുങ്ങനെ പാടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഷീറ്റ് കറക്റ്റ് 2 ലിറ്റർ വെച്ചിട്ട് ഒഴിക്കുന്നില്ല, കുറച്ചല്ല ഒഴിക്കുന്നത്. ഇപ്പൊ കുറച്ച് കുറവാണ്, കാരണം പെട്ടെന്ന് ആകുകയും ചെയ്യും. പിന്നെ കട്ടി കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഈ ഏതെങ്കിലും മൂലയിൽ ചിലപ്പോൾ ആകാതെ ഇങ്ങനെ മഞ്ഞ കളറിലൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെയും വേണം അത് പിന്നെയും 2 ദിവസം പോക്കുക, അപ്പോൾ പിന്നെ അത് മെനക്കേടല്ലേ. കുറച്ച് കട്ടി കുറച്ചാൽ വേഗം ആവുകയും ചെയ്യും. നമുക്ക് ഇനി നമ്മളെ മെഷീൻ ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ, നമ്മളെ കറണ്ടിന്റെ മെഷീൻ. ആദ്യം നമ്മളോട് എല്ലാവരും പറഞ്ഞ ആ മെഷീൻ മേടിക്കണ്ട, മറ്റേ വലിയ മെഷീൻ മേടിച്ചാൽ മതി എന്നൊക്കെ അല്ലേ. അത് ഗതികേടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൽ നല്ല സുഖമല്ലേ, അത് നല്ല സുഖമാണ്. കറണ്ടിന് ഉള്ള മെഷീനാണ്, കറണ്ട് ഓണാക്കി പ്ലഗ് കൊണ്ട് കുത്തിയിട്ടാൽ മതി. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് കാണിച്ചു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം അല്ലേ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ അടുപ്പുണ്ടാക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഈ എന്തൊക്കെ ഒരു കോണോ ഈശാന കോണോ എന്താ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു. പിന്നെ ഇതിപ്പോ നമ്മൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഉണ്ടാക്കിയത്, കാറ്റ് ഏത് ദിശയെന്നാ വരുന്നത് നോക്കുക, അത് നമ്മൾ നോക്കണം. അതിനനുസരിച്ച് നമ്മൾ അടുപ്പ് മാറ്റി കൊടുക്കേണ്ടി വരും നമുക്ക്. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയത്, ചില സമയങ്ങളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കേണ്ടി വരും. അതിനെന്താ പറയുക, അടുപ്പിന്റെ അങ്ങനെ എന്തോ ഇത് നോക്കുന്നുണ്ട് ചിലരങ്ങനെ നോക്കിട്ടൊക്കെ. നമ്മൾ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെ കത്തിച്ചിട്ടും താഴത്തെ വീട്ടുന്നല്ലേ, എവിടെ പോകട്ടാലും എന്ത് കാട്ടിയിട്ടും കാര്യമില്ല, ആകൂല. അതിൽ സൈത്ത എന്നോട് പറഞ്ഞത് ഈ ഇത് നോക്കുക, അതിന്റെ കാറ്റ് എങ്ങോട്ടാ പോണെന്നുള്ള ദിശ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ലൈറ്റർ കത്തിച്ച് നോക്കി, അപ്പൊ അങ്ങനെ കത്തിക്കുമ്പോ കാണുമല്ലോ അതിന്റെ തീ എങ്ങോട്ടാ പോണെന്നുള്ളത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടാണ് കാറ്റ് വരുന്നത് കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കാറ്റ് പോയാലേ നമുക്ക് അതിനകത്തോട്ട് കറക്റ്റ് പോകെ ഉള്ളിലോട്ട് കയറി ചെല്ലുള്ളൂ. ഇപ്പൊ തെക്ക് വടക്കായിട്ടാണോ കത്തുന്നത് അല്ലേ? ഏതോ ഒരു ആ ഭാഗത്തുനിന്നാണ് വരുന്നത് തീ, ആ ഭാഗത്തുനിന്നാണ് തീ വരുന്നത്. അത് അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് അടുപ്പാക്കിയാൽ മതി. മറ്റേ നമ്മൾ പുക ഇടുമ്പോൾ ആ പുക മൊത്തം പുറത്തേക്കാണ്ട് പോകും. പിന്നെ പകല് ഈ നേരം ഒരു 10 മണി വരെയൊക്കെ അങ്ങോട്ട് കാറ്റടിക്കും, പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടാണ്, പിന്നെ ഇവിടേക്കാ വരുന്നത്. പിന്നെ വൈകുന്നേരം അപ്പോഴേക്കും ഞങ്ങൾ എന്താ ചെയ്യണ അറിയാം, വൈകുന്നേരം ആകുമ്പോൾ പിന്നെ കാറ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുവേ, അപ്പൊ പുക എല്ലാം അങ്ങോട്ട് പോകും. അപ്പൊ ഇവിടെ ഒരു 2-3 ചാക്ക് എന്തെങ്കിലും ആ അറ്റത്ത് ഇങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടെ മറച്ച് ഇങ്ങനെ അടച്ചു വെക്കും. എന്തെങ്കിലും 2 കമ്പ് ഇങ്ങനെ വെച്ചിട്ട് അവിടെ വെച്ചാൽ പിന്നെ കുറച്ച് നേരത്തിന് നല്ല പുക ഉള്ളിക്ക് കയറും. അപ്പൊ അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ. ഇതിന്റെ പുക ഇട്ടാണ്ട് വെറുതെ പോയിട്ടൊന്നും കാര്യമില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം. പിന്നെ ഈ ഇതൊക്കെ ഇടുമ്പോൾ അതിന്റെ മേലെ കുറച്ച് നനച്ചു കൊടുക്കണം.
ഈ അടക്കത്തോടല്ലേ? അടക്കത്തോട് ഇടുമ്പോ വേഗം ആളി കത്തും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. മേലെ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. ഉള്ളിലോട്ട് തീയും ചൂടധികം കൂടാനും പാടില്ല. ഈ സംഭവം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് മൊത്തം മരക്കഷ്ണവും ഇതെല്ലാം എല്ലാം ഇട്ട് കഴിഞ്ഞാല് പപ്പടം പൊള്ളച്ചമാർക്ക് ഇങ്ങനെ പൊള്ളച്ചിങ്ങനെ കിട്ടും. കുറച്ച് അതൊരു നമുക്കൊരു കുറച്ച് ദിവസം ഇടുമ്പോ നമുക്ക് ഇതിപ്പോ ശരിക്കും ആയതാണ്. ഇപ്പൊ ആ കമ്പിന്റെ പാടൊരു ലേശം നോക്കി, ഇല്ലെങ്കി ഇപ്പൊ ഇതൊക്കെ എടുക്കാനുള്ളതേന്നു. ശരിക്കും പുകയിടുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എടുക്കാം, വേഗമാവും. ഇതിപ്പോ നമുക്ക് ചൂട് പെട്ടെന്ന് തട്ടണുണ്ടല്ലോ, അടുപ്പ് ഒരുപാട് ഹൈറ്റ് ഇല്ലല്ലോ, അടുപ്പും ഈ ഷീറ്റും ആയിട്ട്. അതുകൊണ്ട് വേഗം ആവണുണ്ട്. ഹൈറ്റ് കൂടുമ്പോൾ നമുക്ക് തീൻ്റെ ചൂട് കുറവല്ലേ തട്ടുക. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ പോപ്പര ഉണ്ടാക്കല് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളെ പോപ്പര ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അപ്പം പിന്നെ പെട്ടെന്ന് ആവണ രീതിയിലൊക്കെ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യണുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ കാട്ടുന്ന കൊത്തിരുത്താണേ. ഇത് വട്ടേൻ്റെ ആണ്. ഇനി കുറേ ആൾക്കാർ പറയുന്നത് മറ്റേ എരങ്കോലൊക്കെ വേണം. എരങ്കോല് വേണം നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ കാട്ടത്തെ ഈ കാട്ടുമരത്തിൻ്റെതുമായിട്ട് എത്ര കാലമായി ഇപ്പം അങ്ങനെ തന്നെ ആക്കണേ. ചിലവർ എരങ്കോലിലേ ഇടുള്ളൂ, അല്ലെങ്കിൽ ഈ മറ്റേ കവുങ്ങിൻ്റെ അലകില്ലേ, കവുങ്ങിൻ്റെ അലക്, അതൊന്നും നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ എന്ന് കൊത്തിയതാ ഈ കമ്പെല്ലാം. ഇനിയിപ്പോൾ അന്ന് ലീവ് ആയതുകൊണ്ട് ഇന്ന് ഇനി ഷീറ്റില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒക്കെ കമ്പ് ബാക്കിയാ. നമുക്ക് പാളി കൊണ്ട് പ്ലാസ്റ്റിക് മുഴുവായില്ലല്ലോ. ഇക്കൊല്ലം നേരത്തെ മഴ പെയ്തു. ഒരു മെയ് ആദ്യത്തെ ആഴ്ച തന്നെ തുടങ്ങി മഴ അല്ലേ? ഒരു 10-ാം തീയതിക്ക് ആയപ്പോഴേക്ക് തന്നെ തുടങ്ങി. ഇല്ലെങ്കിൽ ജൂൺ മാസം ഒരു 5-ാം തീയതി 10-ാം തീയതി ആവുമ്പോഴേക്ക് അപ്പോഴൊക്കെ മഴ തുടങ്ങി. ആദ്യമായിട്ടല്ലേ ഈ മാസത്തില്, ഈ മെയ് മാസത്തില് മഴ പെയ്ത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഇടാനുള്ള പൈസ നമുക്ക് കുറച്ച് പിന്നെ ബഡ്ജറ്റ് കുറച്ച് കുറവായി പോയി അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടായി. കുറച്ച് മരേ പ്ലാസ്റ്റിക് ഇട്ടുള്ളൂ. പിന്നെ അപ്പത്തേനും മഴേൻ്റെ ഇത് മരം ഉണങ്ങൂല, മൊത്തത്തിലൊരു ഇതായിപ്പോയി. പിന്നെ എല്ലാവരും കുടുങ്ങി തോന്നിക്കല്ലോ. എല്ലാവരും കുറേ ആൾക്കാർ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് ഇടാൻ പറ്റില്ല. നമ്മളെ നാട്ടിലോട്ട് മഴയും കുറവ്. നാട്ടിക്കല്ലേ? അവിടെയൊക്കെ എപ്പോഴും പ്ലാസ്റ്റിക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിട്ട് അവിടെ ഫുള്ള് വെയില്. ഇത് ഞാൻ ചെറിയ ഷീറ്റാക്കിയതാട്ടോ, ഒട്ടുപാലാക്കാൻ മടിച്ചിട്ട്. അത് ഞാനിങ്ങനെ ചെയ്യല്. അതാകുമ്പോൾ ആ ഷീറ്റിൻ്റെ കൂട്ടത്തിലാണ്ട് കൊടുക്കാമല്ലോ. മറ്റേത് ഇങ്ങനെ കട്ടയായിട്ടാണ് ഇങ്ങനെ ഒട്ടുപാലാക്കി വെറുതെ കളയണ്ടേ. ഒട്ടുപാല ഉണക്കണ അതും കൂടി കാണിച്ചു കൊടുക്കണം അല്ലേ? ഒട്ടുപാല ഉണക്കണവും കാണിച്ചു കൊടുക്കണം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഒട്ടുപാലും ഉണക്കലുണ്ട് എളുപ്പത്തിൽ മഴക്കാലത്ത് കേട്ടോ. വെയിലാകുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഈ പാറയ്ക്ക് കൂടെ ഇതിലിട്ടാൽ തന്നെ 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. വെയിലുള്ള സമയത്ത് പെരും വെയിലാണ്, അവിടെ പെരും ചൂടാ. ഈ പാറ വെട്ടുപാറ ആയതുകൊണ്ടേ. ചിലർ പോപ്പരയിൽ സെൻറ്ററിൽ ഇങ്ങനെ കുഴി കുത്തിയിട്ട് അങ്ങനെയൊക്കെ അടുപ്പാക്കണമല്ലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയണൊക്കെ പലരും പല മോഡലിൽ പല ഇതിലാണ് ആക്കുന്നത്, പല ഐഡിയാസ്. പിന്നെ നമ്മൾ ഇതിവിടെ അടച്ചു വെച്ചേക്കാണ് ഈ തലക്കൽ. ഇങ്ങോട്ട് തീ ഇങ്ങോട്ട് നേരെ വന്ന് ആളിങ്ങാണ്ട് ഷീറ്റുമേക്ക് വരാൻ പറ്റാണ്ട് വെച്ചിട്ട് അവിടെ ഓട് വെച്ചാണ്ട് അവിടെ അടച്ചു വെച്ചതാ. അതിൽ കൂടെ ഓടും ചൂടാവും. അപ്പോൾ ആ ചൂട് ഇങ്ങനെ കിട്ടും ചെയ്തോളും. പിന്നെ ഇടയ്ക്ക് ചാരം വാരി കളയും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാരെല്ലാം വാരി കളഞ്ഞൊന്ന് റെഡിയാക്കും. പിന്നെ ചെറിയ ഗ്യാപ്പുള്ള സാധനങ്ങൾ മുകളിൽ വെച്ച് കൊടുക്കണം, എന്നാലേ പുക കയറുള്ളൂ ഉള്ളിലോട്ട്. ചെറിയ ചെറിയ അല്ലെങ്കിൽ പിന്നെ തകരത്തിന്റെ അങ്ങനത്തെ എന്തെങ്കിലും കട്ടിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരന്ന പലകമാർക്ക് തകരം വെക്കാൻ പറ്റില്ല, തകരം ചൂടാവും. അല്ല, കുറച്ച് കട്ടിയുള്ള സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതിന് ഓട്ട ഇട്ട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ മതി. തകരം വെച്ച് കഴിഞ്ഞാൽ ചൂടാവും. അത് നിലത്തെ ഷീറ്റല്ലേ? ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇടാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ചത്. എനിക്കിങ്ങനെ എത്തൂല, 5 വരി ആയതുകൊണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ കല്ല് വെച്ചിട്ട് ഹൈറ്റ് പാകാക്കിയാണ്ട് അതിമ്മ കയറിക്കല, മറ്റേ എനിക്ക് എത്തൂല. പിന്നെ മേലെ ആകെ കരിയാവും. നമ്മൾ ഇന്നാളെ ചെറുതുണ്ടാക്കിയില്ലേ, ഹൈറ്റ് കുറച്ചിട്ട്, അന്ന് ചൂടിൽ കിട്ടിയില്ല അല്ലേ? അന്ന് ചൂട് കിട്ടിയില്ല എന്ന് മാത്രല്ല, അടുപ്പിന്റെ ഭാഗത്തുള്ള ചൂടാവും. ഇങ്ങനെ തലക്കുള്ളാവുമ്പോഴേക്ക് ചൂട് വല്ലാതെ കൊള്ളണില്ല, അപ്പേക്ക് പൊള്ളയ്ക്കും. ഹൈറ്റ് കുറച്ച് കൂടുതൽ വേണം, എന്നാലേ കുറച്ച് ഹൈറ്റ് കൂടുതൽ, ഒരു 5 വരി അല്ലെങ്കിൽ ഒരു 6 വരിയായാലും വേണം. ഇതിപ്പോ ഞാനാണ് ഇതെല്ലാം ഇങ്ങനെ നോക്കി കൊണ്ടുവന്ന് ആക്കിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഹൈറ്റിനാക്കിയതാണ്. എനിക്കിങ്ങനെ നിൽക്കുമ്പോഴേക്ക്
ഇതിങ്ങനെ ഏന്തി വലിഞ്ഞെടുക്കാനൊക്കെ ഗതിയടാ. ഒരു 5 വരി കട്ടയിൽ വേണം, അല്ലെങ്കിൽ അതിനകത്ത് ചൂട് ഇതായി നിൽക്കുകയല്ല. മറ്റേ ഒരു 5 6 വരി വേണം, എന്നാലേ അതിനകത്ത് ചൂട് നിൽക്കുള്ളൂ, ഷീറ്റ് പൊള്ളക്കാതെയും കിട്ടും. മറ്റേ അടുപ്പിന്റെ ചോട്ടിൽ തന്നെ ആയിരിക്കും ഇതിന്റെ ഇത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ. ഇപ്പം നല്ല കല്ലൊന്നും അല്ല, പൊട്ടി പൊളിഞ്ഞ കല്ലൊക്കെ ഉണ്ടാവില്ലേ അവിടുന്ന് ഈ മാറ്റി വയ്ക്കണത്, സെക്കൻഡ് കല്ലോ അങ്ങനെ ഈ ഒഴിവാക്കിയിരുന്ന കല്ലുണ്ടാവും പണയില്, വേസ്റ്റ് കല്ലുണ്ടാവും. പണ പറഞ്ഞാൽ നമ്മളെ കോറിയിൽ കല്ല് മുറിക്കണ കോറിയിൽ. അപ്പം നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അടുത്തൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ തരും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാണ്ട് കേട്ടോ ഈ സാധനം. അപ്പോൾ അങ്ങനെ കൊണ്ടൊക്കെ മണ്ണ് വെച്ച് തേച്ച് ആക്കിയതാണ്. ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണി ആയപ്പോൾ പണി തുടങ്ങിയിട്ട് രാത്രി ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ്. അന്ന് തന്നെ 2 ദിവസം പുക ഇട്ട് കരി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് എന്താ പറയുക ആളി കത്തിച്ച് റെഡി ആക്കിയിട്ട് അടുത്ത് ഇവിടെയൊക്കെ പുറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ കുറേ മണ്ണെല്ലാം ചെത്തി കൂട്ടി വടിച്ച് കൂട്ടി കല്ലൊക്കെ ഒഴിവാക്കി മണ്ണ് കുഴച്ച് കൂട്ടി എന്തൊക്കെ കുറേ അങ്ങനത്തെ ഒരു മെനക്കേടുണ്ട് കേട്ടോ ചെളിയിൽ കളിക്കണേ. പിന്നെ അപ്പുറം ആ ഭാഗത്ത് നമുക്ക് കമ്പ് ഇങ്ങനെ വെക്കാനുള്ള ഒരു സംഭവമില്ല. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ അവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കണമല്ലോ. അപ്പോൾ അത് വെക്കാനുള്ള ഇവിടെ നമ്മളൊരു മരത്തിൻ്റെ തടി കൊത്തിക്കൊണ്ടുപോകും നമ്മൾ അവിടെ നിന്ന് തോട്ടത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അതിൽ നിരത്തി വെച്ചേക്കാണ്. ഇനി പറഞ്ഞത് സമയം കളയില്ല, ഇനി ഇത് വേഗം നമുക്കിത് ഇതിൽ വെക്കണം, ചാക്കിട്ട് മൂടണം. അപ്പം ഇനി കുറച്ച് ഇവിടേക്ക് ഇനി ഷീറ്റില്ല, അപ്പം ഇനി കുറച്ച് കമ്പുകൾ വെച്ചിട്ട് ചാക്ക് അയിമാണ്ട് നിരത്തിയിടാം. അപ്പം നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ ഷീറ്റ് പുകടുന്നതും അതിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇത് വേഗം ഇടണം, അല്ലെങ്കിൽ മേത്തൊക്കെ അതിൻ്റെ പൊടിയാവുന്നുണ്ട്. ചാക്ക് ഇങ്ങനെ ഇടുമ്പേ അതിൻ്റെ പൊടിയല്ല അങ്ങനെ മേത്തേക്കാവുന്നു. എനിക്ക് ചാക്കിടുള്ളൊരു മെനക്കാടാ എടുക്കലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും എത്തൂല. കൊറേ ചാക്ക് സൈഡെല്ലാം കീറിയിട്ടുണ്ട്. ഇങ്ങനെ നിക്കണം എന്നാലേ ഒരു ഇതുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോഴേക്കന്നെ വേഗം കുഴങ്ങും, എത്തൂല്ല. കല്ലുമ്മ ഇങ്ങനെ കയറി നിന്നിട്ട് വേണ്ട ആക്കാനെല്ലാം. അതിനൊരു കമ്പൗണ്ട് അവിടെ നീക്കി കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് പുകടാം. ഇപ്പം ഇത്ര നമ്മൾ ഇനിയിപ്പോൾ പുക കുറച്ച് 1-2 പിടി ഇട്ടാൽ മതി. കുറേ ഇട്ട് കഴിഞ്ഞാൽ വേഗം ആളിക്കത്തും. വീട്ടിലിങ്ങനെ വെറുതെ പണിയിലായിരിക്കണ എന്താ പറയുക, അവർക്കൊക്കെ ഇതൊക്കെ എന്താ പറയുക നോക്കി കൊണ്ടുനടക്കാനൊക്കെ എളുപ്പമാണ്. മറ്റേ നമ്മൾ എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ കത്തും ചെയ്യും. കുറച്ചുകൊണ്ട് ഉള്ളിലേക്ക് നീക്കി കൊടുക്കുക അല്ലേ ഏട്ടായേ? പോരെ, ഒന്ന് അമർത്തി കൊടുക്കണോ? കുറച്ച് വെള്ളം എന്തെങ്കിലും ഒന്ന് അമുക്കി കൊടുക്കാം അല്ലേ? ഒരു കമ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് അമുക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്നാണ്ട് തീ ആളാതെ വെള്ളം തിളക്കണം ഒരു ലേശം കുറച്ച്. അപ്പം നമുക്ക് പുകടാം. കുറച്ച് ഒട്ടുപാല വെക്കണേ ഏട്ടായി, ചെറിയ കഷ്ണം വെക്കലേ, എന്നാൽ പെട്ടെന്ന് കത്തി പിടിക്കുകയും ചെയ്തോളും. ഒട്ടുപാൽ എടുത്തിട്ടുണ്ടേ, വള്ളിപ്പാലാണ്. ഒരു നുള്ള് വെള്ളം തളിച്ചു കൊടുക്കാം. മേലെ കുറച്ച് വെള്ളം തളിച്ചണം. മേലെ വെള്ളം തളിക്കണ എന്താ വെച്ചാൽ ഒന്നായിട്ട് ആളി പിടിക്കണ്ടല്ലോ. ഇപ്പം തന്നെ പുകയുണ്ട്, ഉള്ളിൽ തീ ഉണ്ട് തോന്നണ്. പോരെ, ഇന്നലത്തെ ഈ അടക്കാത്തോടെ കുറച്ച് ഇതുണ്ടാവും, കനലുണ്ട്. പുകയുണ്ട്, പുകയുണ്ട്. ചെറുങ്ങനെ ഒന്ന് കത്തിച്ചു കൊടുക്കാം. എന്നാലും ഇവിടെ ഈ ലൈറ്റർ വെച്ചിട്ട് കത്തിച്ചാൽ മതി. എനിക്ക് അത് പെട്ടെന്ന് കത്തിപ്പോ, അത്ര നിൽക്കണ്ട.
കത്തിച്ച് കൊടുത്താൽ കുറച്ച് പൊടിയിട്ടാൽ മതി അല്ലേ? ഒന്നായിട്ട് വാരി നിറയ്ക്കരുത്. ഇപ്പം നമ്മൾ പുക ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ അഥവാ എവിടേക്കെങ്കിലും പോകാന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ വൈകി എത്തുള്ളൂണ്ടെങ്കിൽ പൊടി ഇത് അടക്കത്തോട് കുറച്ചേറെ ഇടുകയാണേൽ ഒന്ന് അമുക്കി വെച്ചിട്ട് വെള്ളം തളിച്ചിട്ട് തീ ഇടുക. എന്നിട്ട് ഈ ഓട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നിരത്തി വെക്കുക. ഒന്ന് ഇവിടെ വെക്കുക, പിന്നെ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ടോ. ഉള്ളിലോട്ട് വെക്കണ്ടേ, പുറത്തല്ല. ഇതിൻ്റെ മേലെ ഇങ്ങനെയാണ് വെക്കുക. അപ്പോൾ തീ പെട്ടെന്ന് ഷീറ്റുമ്മയ്ക്ക് പിടിക്കൂല. ഷീറ്റ് മറ്റേ കുനാറിനങ്ങോട്ട് പൊള്ളയ്ക്കാൻ തുടങ്ങില്ലെങ്കിൽ പൊട്ടി പൊരിഞ്ഞ് കത്തി വെച്ചെങ്കിൽ അതുമായി ഉള്ള മുതലൊക്കെ പോവുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഓടുണ്ട്, അഥവാ ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇങ്ങോട്ട് മറക്കലാണ് പൊടി ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കൂടെ ഓട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഉണ്ടല്ലോ ഇവിടെ. ഇപ്പോൾ ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അതേപോലെ വെക്കണതാണ്. ഇനിയിപ്പോൾ കുറച്ച് അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് ഒന്നുകൂടിയും വെക്കും. അങ്ങനെയാണ് വെക്കൽ. ഇപ്പോൾ പിന്നെ വെക്കണില്ല, കാരണം ഇപ്പോൾ കുറച്ചേ പൊടി ഇട്ടിട്ടുള്ളൂ. ലേശം വെള്ളം ഞാൻ തളിച്ചു കൊടുത്തു. അതൊന്ന് കത്തി കഴിയുമ്പോൾ കത്തുമ്പോലേ കത്തി കഴിഞ്ഞ് കെടുത്തിയര്. അത് കുറച്ച് പൊടി അല്ല ഈ അടക്കത്തോട് എടുത്തിട്ടുള്ള അതില്ലേ അതിൻ്റെ മേലെ കൂടെ ഇട്ടാൽ തീ കത്തി പിടിക്കണേ കെടുത്തണ്ട നമുക്ക് അതിൻ്റെ മേലെ ഈ തോടന്നെ വെച്ച് നോക്കുമ്പോൾ പിന്നെ പുക വന്നോളും. ഇപ്പോൾ പുക വരുന്നുണ്ട്, നേരത്തെ പുക വരുന്നുണ്ട്. നേരത്തെ രാവിലെ ഇട്ട ആ ചൂടന്നെ ഉള്ളതുകൊണ്ട് പുക വരുന്നുണ്ട്. കണ്ടോ തീ കത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് എവിടുന്ന തീ വരുന്ന കാറ്റ് വരുന്ന നോക്കാട്ടോ. കണ്ടോ ഇപ്പം അവിടെ നിന്ന് വെടിക്കാണ് വരുന്നത്. കണ്ടോ അവിടെ നിന്ന് എൻ്റെ മുഖത്തേക്കാണ് ചൂട് വരുന്നത്. കണ്ടോ നല്ല കാറ്റുണ്ട്. അവിടെ നിന്ന് വെടിക്കാണ് വരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ പുക നേരെ അകത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങോട്ട് നീട്ടിയിട്ട് കൊടുത്താൽ മതി. ഉള്ളിലോട്ടില്ലേ തലക്കല ഷീറ്റ് പോകണമെങ്കിൽ അങ്ങോട്ടും ഇടുക. അങ്ങനെ തലക്കലിട്ട് കൊടുത്ത് കുറച്ച് ഇട്ടാൽ മതി. അങ്ങനെ തലക്കലാകുമ്പോൾ പിന്നെ കത്തുകയല്ലത്, അധികം കാറ്റ് അധികം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഉണ്ടല്ലേ പുക നോക്കിക്ക് കുറച്ച് ആകെ 2 വയറിലേ ഇട്ടിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ പോകാണ്ടില്ല, നല്ല പുക വരുന്നുണ്ട്. ഈ പുകയെല്ലാം ചെന്നിട്ട് അതിൻ്റെ ഇതുണ്ടല്ലോ കുപ്പായത്തുമ്മലൊക്കെ നോക്കിക്കേ, തുണിയിലൊക്കെ ചാക്കിൻ്റെ പൊടി. ഇതാ ഞാൻ തുണി കെട്ടിയത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടുപാലും ഉണക്കിയെടുക്കലുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ ഉണക്കിയെടുക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചാൽ എല്ലാം കൂടി ആകുമ്പോഴത്തേന് കുറേ നേരങ്ങൾ ഇരുന്ന് കണ്ട് മടുക്കും. അപ്പോൾ പാടത്തിനും ബാധിക്കൊക്കെ എടുത്ത് വെട്ടണവർക്ക് ഇതാ അതേമാതിരിക്ക് നല്ല കിടക്കാച്ചി കിടലോസ്ക്ക് ഷീറ്റായിട്ട് നമുക്ക് കൊണ്ടുപോയി വിൽക്കാം. ചെറിയ ചെലവിൽ. ഇതിപ്പോൾ ഞാൻ കട്ടി കുറച്ചാണ് അടിച്ചിട്ടുള്ളത്. നല്ലോണം കനം കൂടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പാടുണ്ടാവും. ഒരു ദിവസം കൊണ്ട് ഏറെ ഇടണമെന്നേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് എന്നിട്ട് നാളെ വൈകുന്നേരമോ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേനും മറ്റന്നാൾ രാവിലെ ആകുമ്പോഴേക്കും എന്തായാലും നമുക്ക് എടുക്കാനായിട്ടുണ്ടാവും. ഒന്ന് പുക പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടുക, അത്രേ ഉള്ളൂ. പിന്നെ നല്ലോണം ചൂട് വിറക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഓരോ കമ്പ്. ഇതാകുമ്പോൾ വേണ്ട കേട്ടോ. ഈർച്ചപ്പൊടി ഇടുന്നവർക്ക് വിറകൊക്കെ ഓരോ കമ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. വിറക് ചിലവുണ്ട് അതിന്. അപ്പോൾ ഇതൊക്കെ അങ്ങനെയാണ് നമ്മളെ പോപ്പരയും പുക ഇടുന്നതും ഒക്കെ. നല്ല പുക ഇടുന്നുണ്ട്. പച്ച ഷീറ്റായിട്ട് വെള്ളം ഒഴുകുന്ന ഷീറ്റ് കൊണ്ടുപോയിടാതിരിക്കുക, കാരണം ആ വെള്ളം കൂടി പിന്നെ ആ വെള്ളം കൂടി ഇതിനകത്ത് വലിഞ്ഞു പോകണം. ആ വെള്ളം കൂടി അതിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പിന്റെ പാട് ഒരു മൊത്തത്തിലൊരു ഇതാവും, ഒരു തണുപ്പുണ്ടാവും അതില്. അപ്പോൾ അത് കഴിയുന്നതൊന്ന് എന്താ പറയാ അങ്ങനെ ഇടാതൊക്കെ വെള്ളം പോയിട്ട് ഇടുക. കുറച്ചേരം ഒന്ന് ഇടയിൽ ഇട്ടാൽ പിന്നെ അത് നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഇതല്ല എന്താ പറയാ വടി പോലെ ഇങ്ങനെ ഇരിക്കും. ഈ ചാക്ക് ചൂടായി കഴിഞ്ഞാൽ ഈ ചാക്ക് ഇങ്ങനെ നല്ല കട്ടിയായിരിക്കും. ഇത് ഇങ്ങനെ മടക്കുമ്പോഴേക്ക് പിന്നെ അവിടെ മുറിയും ചിലപ്പോ, ഇല്ലെങ്കിൽ കുഴഞ്ഞിങ്ങനെ ഇരിക്കും. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ. അപ്പൊ അവിടേക്കും ഇവിടേക്കൊക്കെ ഇടാനും ഗതികേടാണ്. ചൂടായി കഴിഞ്ഞാൽ നല്ല കട്ടിയാവൂലേ? ഇപ്പൊ കട്ടിയില്ല. അപ്പൊ ഷീറ്റ് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി എന്നർത്ഥം. അത് കട്ടിയായാല് ചൂടായി നല്ല കട്ടിയായാല് ആ ഭാഗത്തോട്ട് കുറച്ച് കട്ടി കുറവുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ വെള്ളത്തിന്റെ കുറച്ച് അംശം പോകാൻ വേണ്ടിയിട്ട് ആദ്യം അവിടെ കുറച്ച് തുറന്നിട്ട് കൊടുക്കണം. ആ ഭാഗത്ത് അതലക്കല് നീരാവി ഇതുണ്ടല്ലോ, ഈർപ്പതുമ്പോ തങ്ങി കിടക്കൂലേ. അപ്പൊ എന്റെ പോപ്പര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇതേമാതിരിക്കാണ് എന്റെ പോപ്പര. അപ്പൊ നിങ്ങളെ പോപ്പരൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടല്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.